അള്ളാഹു നിങ്ങൾക്ക് 3 കാര്യം ഇഷ്ടപ്പെട്ട് തന്നിരിക്കുകയാണ്. ഒന്നാമത്തത് അൻ തഅബുദുല്ലാഹ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ, അവന് മാത്രമേ നേർച്ചയാക്കാവൂ, അറക്കാവൂ, അവനെ മാത്രമേ ഭയപ്പെടാവൂ, പേടിക്കാവൂ, അവനെ മാത്രമേ ആരാധനയാകുന്ന ഇഷ്ടപ്പെടാവൂ. അപ്രകാരം തന്നെ അവനിലേക്ക് മാത്രമേ പ്രശ്നങ്ങൾ ബരമേൽപ്പിക്കാവൂ. അവൻ്റെ കൽപ്പന അനുസരിച്ചിട്ടല്ലാതെ ഇവിടെ സ്നേഹമില്ല, ഭയമില്ല, പേടിയില്ല, ഒന്നുമില്ല. യഥാർത്ഥ ഭയം അത് അള്ളാഹുവിനെ മാത്രം, യഥാർത്ഥ സ്നേഹം അത് അള്ളാഹുവിനോട് മാത്രം. അതെന്താണ് സാധാരണ സ്നേഹവും യഥാർത്ഥ സ്നേഹവുമായുള്ള വ്യത്യാസം? സാധാരണ സ്നേഹം ആ മനുഷ്യനെ സ്നേഹത്തിലൂടെ ആരാധനയിലേക്ക് തെളിക്കുന്നതല്ല. അഥവാ അവൻ സ്നേഹിക്കുന്ന നബിയിനെ, വലിയിനെ, മലക്കിനെ, ജിന്നിനെ ആരെയും അവൻ ആരാധിക്കുന്നതല്ല, വിളിച്ച് പ്രാർത്ഥിക്കുന്നതല്ല. യഥാർത്ഥ സ്നേഹം സ്നേഹിക്കുന്നത് അള്ളാഹുവിനെ മാത്രമാണ്. എന്തിലൂടെയാണ് വേർതിരിക്കപ്പെടുക? ആ അള്ളാഹുവിനെ ആ യഥാർത്ഥ സ്നേഹത്തിലൂടെ ആരാധിക്കുന്നു, കീഴ്വണങ്ങുന്നു, അവൻ്റെ കൽപ്പന അനുസരിക്കുന്നു, അവന് വേണ്ടി ഇവിടെ എല്ലാം അർപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് അള്ളാഹു ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ടതായ ഭാഗം. ഷിട്ടികൾക്ക് ഉമ്മത്ത് മുഹമ്മദിനോട് റസൂലുള്ളാഹി കൽപ്പിക്കുന്നു, മറ്റു നബിമാരോടെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരവർക്ക് അറിഞ്ഞതായ ഗ്രന്ഥങ്ങളിൽ കൽപ്പിക്കപ്പെട്ടതുപോലെ നമുക്കല്ല ഇഷ്ടപ്പെട്ടത് അല്ലാ തഅബുദൂ ഇല്ലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്. രണ്ടാമത്തത് വലാ തുശ്രികൂ ബിഹി ശൈആ, അള്ളാഹുവിൻ്റെ കൂടെ ഷിട്ടികളെ, വസ്തുക്കളെ, വ്യക്തികളെ, ശക്തികളെ എന്തിനെയും എപ്പോഴും ആരെയും അള്ളാഹിനോട് പങ്കുചേർക്കാൻ പാടുള്ളതല്ല, തുല്യപ്പെടുത്താൻ പാടുള്ളതല്ല, കൂറുകൂട്ടാൻ പാടുള്ളതല്ല, ശിർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. അത് രണ്ടാമത്തെ കൽപ്പനയാണ്. മൂന്നാമത്തത് എന്താണ്? വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, ഖുർആനിൽ കേട്ടതായ ഖുർആനിൻ്റെ പദം അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ ഉപയോഗിക്കുന്നു ഹദീസായിട്ട്. അള്ളാഹുവിൻ്റെ ഹബലിനെ നിങ്ങൾ എല്ലാവരും ഒന്നിച്ചിട്ട് മുറുകെ പിടിക്കുക, ഭിന്നിക്കരുത്, ഉപഗ്രൂപ്പീസ് ഉണ്ടാക്കരുത്, എല്ലാവരും ഒന്നിച്ചായിരിക്കണം അള്ളാഹുവിൻ്റെ ഹബലിനെ പിടിക്കേണ്ടത്. അപ്പോൾ നാം ഭിന്നിക്കാതിരിക്കാനുള്ളതായ ആ മഹാകൽപ്പനകൾ ഖുർആനിൽ വന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയും നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു.